ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഇഡ്ലിക്കും ദോശയ്ക്കുള്ള മാവ് എങ്ങനെയാണ് അരയ്ക്കുന്നത് എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. ഞാനിപ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. മിക്സിയിൽ ഈസി ആയിട്ട്, അതായത് ഒരു സെറ്റ് ഇഡ്ലിയും ബാക്കി മാവ് വെച്ചിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാൻ പറ്റുന്ന ചെറിയ ക്വാണ്ടിറ്റിയാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബൾക്ക് ക്വാണ്ടിറ്റി ഞാൻ ഗ്രൈൻഡറിലാണ് സാധാരണ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേണം ചെയ്യുകയാണെങ്കിൽ 2-3 പ്രാവശ്യമായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കേണ്ടി വരും. ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ ഗ്രൈൻഡറിൽ അരച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ മാവ് അരയ്ക്കുന്നതും മാവ് പുളിക്കുന്നവരെ ഉള്ളത് കാണിച്ചു തരാം. അത് വെച്ചിട്ട് ആ മാവ് വെച്ചിട്ട് ഇഡ്ലിയും ദോശയും ഉണ്ടാക്കുന്നത് ഞാൻ നാളെ ഇടാം. അല്ലെങ്കിൽ ഭയങ്കര ലോങ് വീഡിയോ ആയി പോകും. അപ്പോൾ വീഡിയോ എന്തായാലും എല്ലാവരും കണ്ടു നോക്കൂ. കാരണം ഒരുപാട് പേർക്ക് സംശയമാണ് നല്ല സോഫ്റ്റ് ഇഡ്ലി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അതും ഈ മാവാണെങ്കിൽ വളരെ ഈസിയാണ്. നമുക്ക് ഇത് വെച്ചിട്ട് തന്നെയാണ് ഇഡ്ലിയും ദോശയൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ ഇവിടെ പ്രൊപ്പോർഷൻ എടുത്തിരിക്കുന്നത് 3 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് ഉഴുന്ന് എന്നുള്ളതാണ് ഞാൻ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന റെസിപ്പി. പക്ഷേ വീട്ടിൽ ഇതല്ല ചെയ്യുന്നത്. വീട്ടിൽ ചെയ്യുന്നത് 4 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് ഉഴുന്ന് എന്നുള്ള ഒരു പ്രൊപ്പോർഷനാണ് വീട്ടിൽ അമ്മയൊക്കെ ഫോളോ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസി നല്ല സോഫ്റ്റ് ഇഡ്ലിയും നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഞാനത് വീട്ടിലുണ്ടാക്കുന്ന ഒരു പ്രൊപ്പോർഷൻ കൂടെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം കാരണം ഒരുപാട് പേര് സംശയം ചോദിച്ചു, എങ്ങനെ ഇത്ര സോഫ്റ്റ് ഇഡ്ലി ഉണ്ടാവുന്നത്, ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒരുപാട് പേര് സംശയം ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. കാരണം ഒരു മാവിൽ നിന്ന് തന്നെ നമുക്ക് ദോശയും ഇഡ്ലിയും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? എന്തായാലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, ഹായ് ഗൈസ്. അപ്പോൾ നമുക്ക് മാവ് അരയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പൊന്നി അരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും അരി അരയ്ക്കാൻ പൊന്നി അരിയാണ് യൂസ് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മട്ടയരിയും യൂസ് ചെയ്യാം കേട്ടോ. മട്ടയരി വെച്ചിട്ട് അരച്ചാലും കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും. ഞാനിപ്പോൾ ഈ 1 കപ്പ് മെഷർമെൻറ്റിൽ ആണ് അളവെടുത്ത് കാണിച്ചു തരുന്നത്. ഞാനിവിടെ എടുക്കുന്ന സമയത്ത് ഏകദേശം ഞാനിപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി മിക്സിയിൽ അരയ്ക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ സാധാരണ ഗ്രൈൻഡറിലാണ് എപ്പോഴും അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു കപ്പും പിന്നെ ഒരു ഹാഫും 1.5 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഡബിളാക്കാം. അതായത് 3 കപ്പ് അരിയും 1 കപ്പ് ഉഴുന്നും എടുത്തിട്ടും ഉണ്ടാക്കാം. ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയാണ് മിക്സിയിൽ അരയ്ക്കുന്ന പാകത്തിനുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഞാൻ സാധാരണ ഗ്രൈൻഡറിലാണ് അരയ്ക്കുന്നത്. ബൾക്കായിട്ട് ഒരാഴ്ചയ്ക്കുള്ളത് ബൾക്കായിട്ട് ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഈസി ആയിട്ട്, എല്ലാവരുടെ വീട്ടിലും ഗ്രൈൻഡർ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ലല്ലോ. അപ്പോൾ മിക്സിയിൽ ചെയ്യാനാണെങ്കിൽ 2-3 പ്രാവശ്യം ചെയ്യണം. 2-3 പ്രാവശ്യം അരച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ചെറിയ ക്വാണ്ടിറ്റി ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ 1.5 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അപ്പം ഇതാദ്യം നമുക്ക് നന്നായി കഴുകി എടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഉഴുന്നും കൂടെ എടുക്കാം. അപ്പോൾ ഉഴുന്ന് നമുക്ക് 1/2 കപ്പ് മതി. അപ്പോൾ ഇതിൻ്റെ തന്നെ ഹാഫ് കപ്പല്ല, ഹാഫ് കപ്പിന് കുറച്ച് മേലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 1/2 കപ്പ് ഉഴുന്നും എടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ഒരു പാത്രത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇത് വെള്ളം കുതിരാൻ വെക്കണം. ഇതിൻ്റെ കൂടെ ഞാൻ 1 ടീസ്പൂൺ ഉലുവയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂണേ ഉണ്ടാവുള്ളൂ. അപ്പം അതും ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടും നന്നായി കഴുകിയെടുക്കാൻ പോവാണ്. അരി കഴുകുമ്പോൾ ഞാൻ എപ്പോഴും ഇത് 2-3 പ്രാവശ്യം കഴുകിയെടുക്കും. ഉഴുന്ന് ഒരു 2 പ്രാവശ്യമേ കഴുകിയെടുക്കുള്ളൂ. അതിൽ കൂടുതൽ കഴുകില്ല. കാരണം അതിൻ്റെ പശപ്പ് പോകാൻ പാടില്ല. കാരണം അതാണ് നമ്മുടെ ഇഡ്ഡലി ഫെർമെൻ്റ് ആവാൻ സഹായിക്കുന്നത്, മാവ് ഫെർമെൻ്റ് ആവാൻ സഹായിക്കുന്നത്. ഇനി നമുക്ക് ഇത് രണ്ടും നന്നായി ഒന്ന് കഴുകിയിട്ട് വെള്ളം കുതിർത്ത് വെക്കാം. എന്നിട്ട് ഒരു 4-5 hours വെച്ച ശേഷം നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ അരിയും ഉഴുന്നും കഴുകിയിട്ട് ഇതിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. മുങ്ങിക്കിടക്കുന്ന രീതിയിൽ കുറച്ച് മേലെ നിൽക്കുന്ന പോലെ വെള്ളം നിറച്ച് വയ്ക്കുക. ഇനി നമുക്ക് ഇതൊരു 4 മണിക്കൂർ അടച്ച് വയ്ക്കണം. അടച്ചിട്ട് ഒരു 4 മണിക്കൂർ വയ്ക്കണം. അതിനുശേഷം നമുക്ക് ഇത് അരച്ചെടുക്കാം. അപ്പോൾ അതിനുശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു 4 മണിക്കൂർ ഇരിക്കട്ടെ. ഞാനിപ്പോൾ അടച്ച് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ 4 മണിക്കൂറിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഓക്കെ,
ഇപ്പോൾ ഏകദേശം 6 മണിക്കൂറായിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. ഞാനിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചായിരുന്നു കേട്ടോ. കാരണം ഉഴുന്നിനും നല്ലതാണ്, തണുപ്പ് വരുമ്പോൾ ഉഴുന്ന് നന്നായി പതഞ്ഞും അരയ്ക്കുന്ന സമയത്ത് നന്നായി പതഞ്ഞും വരും. പിന്നെ മിക്സിക്കും നമ്മുടെ ജാറ് ചൂടാവാതെ ഇരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചത്. അപ്പോൾ ഏകദേശം ഒരു 4-5 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഞാൻ വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഉഴുന്നും നമ്മൾ ഉലുവയും കൂടെ കുതിർത്ത് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളം തന്നെയാണ് ഞാൻ അരയ്ക്കാനും എടുക്കുന്നത്. വെള്ളം പോരെങ്കിൽ മാത്രം നമുക്ക് വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയാണ്, അപ്പോൾ ഒറ്റ ട്രിപ്പ് തന്നെ ഇട്ട് അരയ്ക്കാൻ പറ്റും. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചപ്പം ഒരു സ്പൂൺ എടുത്തിട്ട് അതുകൊണ്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഞാൻ ആ വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം, എന്നിട്ട് നോക്കാം. എന്നിട്ടൊന്ന് അരച്ചിട്ട് നമുക്ക് വെള്ളം കുറച്ചുകൂടെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ലാസ്റ്റ് കൺസിസ്റ്റൻസി എങ്ങനെ വേണം എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അരച്ച ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, നന്നായി പതഞ്ഞ് വന്നിരിക്കണുണ്ടല്ലേ. ഇനി നമുക്ക് ഇത് ഈ പാത്രത്തിലോട്ട്, ഇതിലാണ് ഞാൻ മാവ് പൊങ്ങാൻ വയ്ക്കുന്നത് എപ്പോഴും. അപ്പോൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. കൺസിസ്റ്റൻസി കണ്ടോ? ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ മാവ് അരച്ചെടുക്കാൻ. എന്നാലേ നമുക്ക് ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ മിക്സിയിൽ ചാർന്ന് ഇതെല്ലാം ഒന്ന് എടുക്കട്ടെ. ഉഴുന്ന് ഈ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, എടുത്തിടുമ്പോൾ അങ്ങനെ ഡ്രിപ്പായിട്ടാണ് വീഴുന്നത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചാൽ മതി നിങ്ങൾ അരയ്ക്കുമ്പോഴും. അതുകൊണ്ടാണ് മിക്സി ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്നത്. അപ്പോൾ ആ തണുപ്പുകൊണ്ട് ഉഴുന്ന് ചൂടായി വരില്ല. മിക്സിയുടെ ജാറും തണുത്ത് വരും. ഉഴുന്നിനും പൊങ്ങാൻ നല്ലോണം ഹെൽപ്പ് ചെയ്യും. അപ്പം ഉഴുന്ന് അരച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അരി അരയ്ക്കണം. അപ്പോൾ അരിയും ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതും കൂടെ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം അരിയും നന്നായി കുതിർന്നിട്ടുണ്ട്. ഇതും ഫ്രിഡ്ജിൽ വെച്ചതാണ്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ അത് ഇത് 2 സെറ്റായിട്ടാണ് ഞാൻ അരയ്ക്കണം കേട്ടോ. നല്ല തണുപ്പുണ്ട്, കൈ നരവെച്ച് പോകുന്നുണ്ട്. ആ ഉഴുന്നിൻ്റെ വെള്ളം തന്നെ ബാക്കിയുണ്ട്, അത് മുഴുവൻ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ വെള്ളം പോരെങ്കിൽ നമുക്ക് ഇനിയും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുകൂടെ അരച്ചെടുക്കട്ടെ, ഞാൻ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒരു 2 മിനിറ്റ് ഞാൻ നന്നായി അരച്ചിട്ടുണ്ട്. നമുക്ക് ഈ സൈഡത്തെ ഒന്ന് ഒട്ടിപ്പിടിച്ചൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് സ്ക്രേപ്പ് ചെയ്തിട്ട്, മുഴുവൻ അരഞ്ഞിട്ടില്ല, വെള്ളം മതി ഇത് തന്നെ, ഇനി കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കണ്ട. കണ്ടോ? അപ്പോൾ വീണ്ടും ഇതൊന്ന് അരച്ചെടുക്കട്ടെ, ശേഷം കാണിച്ചു തരാം. അപ്പോൾ അരച്ചിട്ടുണ്ട്, നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് നമുക്ക് ഉള്ള പാകം. വെള്ളവും കറക്റ്റാണ്. അപ്പോൾ അതും നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഉഴുന്നിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അതേമാതിരി അടുത്ത സെറ്റ് ഞാൻ അരച്ചെടുത്ത ശേഷം കാണിച്ചു തരാം കേട്ടോ. മിക്സി പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, മിക്സി ഒരുപാട് ചൂടാവരുത്, മിക്സിക്ക് കേടാണ്. അപ്പം അത് മാത്രം ശ്രദ്ധിക്കുക. അടിയിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് നിർത്തിയിട്ട് മിക്സിക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് മിക്സി കേടുവന്ന് പോകും. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ യൂഷ്വലി ഗ്രൈൻഡറിലാണ് അരയ്ക്കുന്നത്. ചെറിയ ക്വാണ്ടിറ്റിയൊക്കെ നമുക്ക് ഗ്രൈൻഡറിൽ ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ മിക്സി തന്നെയാണ് ഞാനെപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. ഞാനെപ്പോഴും മാവെല്ലാം ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ ഇതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്, മിക്സിയിൽ ഈസി ആയിട്ട് എങ്ങനെയാണോ എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സിയിൽ അരയ്ക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഒത്തിരി കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് അരച്ചിട്ട് ബാക്കി മാവിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇടയിലൊന്ന് നിർത്തിയിട്ട് ഞാൻ ഇതിൽ തന്നെ ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ അതെപ്പോഴാണ് ആഡ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറയാം. ഒരു പാതി അരിഞ്ഞ ശേഷം ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുള്ളൂ. അപ്പോൾ ഞാനത് കാണിച്ചു തരാം എപ്പോഴാണെന്നുള്ളത്. അപ്പോൾ ഇടയിലൊന്ന് നിർത്തി, മുഴുവൻ അരിഞ്ഞിട്ടില്ല, ഇപ്പോൾ തരിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് കുറച്ച് മതി,
നോക്കാം. പിന്നെ ബാക്കി നമുക്ക് കറിയിലിട്ടിട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. മാവ് ഉപ്പ് മതിയുള്ളത് മാവ് വേണമെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഉപ്പ് മതിയോ എന്നുള്ളത് മുഴുവൻ അരച്ച ശേഷം. പോരെങ്കിൽ പിന്നീട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ എന്തായാലും ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി അരച്ചെടുക്കാൻ പോകണം. ഇപ്പോൾ തരിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ നന്നായി മുഴുവൻ അരഞ്ഞ് വരുന്നവരെ അരയ്ക്കാൻ പോകണം. അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. പ്രത്യേകം ശ്രദ്ധിക്കുക, മിക്സി ഇടയിലൊന്നും ഓഫ് ചെയ്യാൻ മറക്കരുത്. കാരണം മിക്സി ചൂടാവും. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, എന്നാലും ചൂടാവും. അപ്പം അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് മുഴുവൻ അരച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതും അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ ഇത്തിരി കൂടെ വെള്ളത്തോടെയാണ് അരച്ചിരിക്കുന്നത്. അപ്പോൾ അതും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കൺസിസ്റ്റൻസി കറക്റ്റായിരിക്കും. മാവ് പൊങ്ങി വരുമ്പോൾ കുറച്ചുകൂടെ തിക്കാവും. മിക്സിയിൽ കുറച്ചുകൂടെ ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കുലുക്കിയെടുക്കട്ടെ. സൈഡിൽ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ വരും. ഇത്രയേ ഉള്ളൂ. നമ്മുടെ അരി ഉഴുന്നും അരച്ച് കഴിഞ്ഞു. ഇനി ഇത് മാവ് പുളിക്കാൻ വെക്കണം, ഫെർമെൻ്റ് ആവണം. മാവ് ഫെർമെൻ്റ് ആയാലേ ഇഡ്ഡലിയും ദോശയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഒന്ന് സ്പാച്ചില കൊണ്ട് ഇളക്കുന്നേ ഉള്ളൂ. എപ്പോഴും കൈ കൊണ്ട് ഇളക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഒന്ന് വേണമെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഉപ്പ് മതിയോ ഒന്ന്. പോരെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ മാവ് അരച്ച് വെച്ചിരിക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് മാവ് പുളിക്കും തോറും കുറച്ചുകൂടെ തിക്കായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ഉണ്ടാക്കുമ്പോൾ ബൾക്ക് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതേ മാവ് തന്നെയാണ് ഞാൻ ദോശയ്ക്കും എടുക്കുന്നത്, ഇഡ്ഡലി ഉണ്ടാക്കാനും എടുക്കുന്നത്. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും വരാറുണ്ട്. ഒരു 8 മണിക്കൂറെങ്കിലും മാവ് പുളിക്കാൻ വെക്കണം. അപ്പോൾ ഞാനിത് അടച്ചിട്ട് 8 മണിക്കൂർ മാറ്റി വയ്ക്കുകയാണ്. അതായത് ഞാൻ നാളെ രാവിലെ തുറക്കുള്ളൂ. ഇത് വൈകുന്നേരം അരച്ച് വെച്ചതാണ്. അപ്പോൾ ഇനി നാളെ രാവിലെ നമുക്ക് തുറന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. ഞാൻ ദോശ ഉണ്ടാക്കി കാണിച്ചു തരാം ഇത് വെച്ചിട്ട്. ഓക്കെ, അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ നാളെ രാവിലെ കാണിച്ചു തരാം കേട്ടോ ഇഡ്ഡലി എങ്ങനെയുണ്ടെന്നുള്ളത്. ഇഡ്ഡലി ഉണ്ടാക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഏകദേശം 8 മണിക്കൂറായിട്ടുണ്ട്. ഇത് രാവിലെയാണ്. അപ്പം നമുക്കിനി തുറന്ന് നോക്കാം. കണ്ടോ മാവ് പൊങ്ങി വന്നിരിക്കുന്നത്? കണ്ടില്ലേ, മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതാണ് എങ്ങനെയാണ് ഫെർമെൻ്റ് ആവേണ്ടത്. ഇനി നമുക്ക് ഇതൊരു കയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. കണ്ടോ എൻ്റെ കൺസിസ്റ്റൻസി? ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴും. ദോശ ഉണ്ടാക്കാനും ഒരു 1/4 കപ്പ് കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഡയല്യൂട്ട് ചെയ്താൽ മതി. ഞാൻ ഇങ്ങനെ തന്നെ ദോശ ഉണ്ടാക്കാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്ര കട്ടിയിൽ വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഡയല്യൂട്ട് ചെയ്തെടുക്കാം വെള്ളം ഒഴിച്ചിട്ട് ദോശ ഉണ്ടാക്കുന്ന സമയത്ത്. ഇപ്പോൾ ഇഡ്ഡലിക്ക് ഇത്രയും കൺസിസ്റ്റൻസി മതി. ഇപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ പൊങ്ങിയതൊക്കെ ഒന്ന് താഴും. കണ്ടില്ലേ? അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മുടെ മാവ് റെഡിയായി. ഇനി ഞാൻ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഇഡ്ഡലിയും 2 ദോശയും ചുട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ആദ്യത്തെ 3 ദിവസം ഇഡ്ഡലി ഉണ്ടാക്കും. അത് കഴിഞ്ഞ് പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ദോശ ഉണ്ടാക്കും. കാരണം അപ്പോഴേക്കും മാവിൻ്റെ ആ ഒരു ടെക്സ്ചർ മാറിയിട്ടുണ്ടാകും. മാവ് മെല്ലെ കുറച്ചുകൂടി ഇതിനേക്കാട്ടിലും ഇരുന്ന് പുളിക്കാൻ തുടങ്ങും. അപ്പോൾ ദോശയ്ക്കാണ് കുറച്ചുകൂടെ അപ്പം നല്ലത്. ആദ്യത്തെ ഒരു 3-4 ദിവസം ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് ബാക്കി വരുന്ന ദിവസങ്ങളെല്ലാം ഞാൻ ദോശ ഉണ്ടാക്കും. അപ്പോൾ ഞാൻ ഇനി ഇത് ഇഡ്ഡലി ഉണ്ടാക്കി കാണിച്ചു തരാം ഇതേ മാവ് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ അറിയാൻ പറ്റും എത്ര നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി എങ്ങനെയാണ് വരണമെന്നുള്ളതും അറിയാൻ പറ്റും. ഓക്കെ.